നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ എന്നെ കൊന്നു കളയണം എന്നുണ്ടെങ്കിൽ കൊന്നു കളഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? ഏയ്, നിന്നെ ഞാൻ അത്രയും പെട്ടെന്ന് കൊല്ലില്ല. ഞാൻ ആലോചിക്കണതേ നിന്നെ പതുക്കെ ടോർച്ചർ ചെയ്ത് കൊന്നാലോന്ന്. അതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യ്. ധൈര്യം ഉണ്ടെങ്കിൽ മിലിറ്ററി ബസ്സിന്റെ പുറത്തേക്ക് വാ. അന്നേരം നമുക്ക് ഒരു 1 vs 1 ഫൈറ്റ് നടത്താം. ആരെങ്കിലും ഒരാൾ മാത്രം ബാക്കിയുണ്ടാവും. എന്തേ? എന്നിട്ട് ഈ തോക്കും കാണിച്ച് പേടിപ്പിക്കണേ? കുറെ ദിവസമായാലോ ഇത്. ഇതേപോലത്തെ ഒരു തോക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ചേട്ടൻ്റെ കാര്യത്തിൽ എന്നെ തീരുമാനമായേനെ. എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായില്ല. ഞാൻ ലോസ് ആൻഡോസിലെ ഒരു മിലിറ്ററിയുടെ ഓഫീസറാണ്. എനിക്കിപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ ഗണ്ണ് വെച്ചിട്ട് നിന്നെ തീർത്തളായിരുന്നു. പക്ഷേ അത് വേണ്ട. നിന്നെ ഞാൻ പതുക്കെ ടോർച്ചർ ചെയ്ത് കൊന്നോളാം. അതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, എന്നെ ഇപ്പോൾ കൊല്ലണമെങ്കിൽ കൊന്നു കളഞ്ഞോന്ന്. അഥവാ ഞാൻ രക്ഷപ്പെട്ട പിന്നെ ചേട്ടൻ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അതിന് നീ രക്ഷപ്പെട്ടാലല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ പോരെ. നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? മിണ്ടാണ്ട് എൻ്റെ കൂടെ പോരെ. സ്ഥലം എത്താറാവുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്നാലും നമ്മൾ എങ്ങോട്ടാ പോണേ? അതിപ്പോൾ നീ അറിയേണ്ട ആവശ്യമില്ല. എന്തുട്ടായാലും നീ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല. ഇന്നത്തോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ചേട്ടനെ തോക്ക് താഴെ വെക്കുകയാണെങ്കിൽ പിന്നെ ചേട്ടൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. എടാ ഫ്രാങ്ക്ലിനെ, നീ എന്നിട്ട് വിചാരിച്ചേ? ശരി, നീ ഇപ്പോൾ എൻ്റെ നേരെ 1 vs 1 ഫൈറ്റ് നടത്തി. നീ ജയിച്ചു. പക്ഷെ നീ ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. കാരണം ഇത് മിലിറ്ററി ബേസാ. ഞാൻ ഇവിടുത്തെ ഒരു മിലിറ്ററി ഓഫീസറാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടില്ല. അതിനിപ്പോൾ മിലിറ്ററി ബേസിന്റെ ഉള്ളിൽ ഫൈറ്റ് ചെയ്യണ്ട. നമുക്ക് പുറത്തിറങ്ങി ഫൈറ്റ് ചെയ്യാം. ഞാനത് എത്ര നേരം പറയണ്ടായിരുന്നേ? ഇതിപ്പോ മിലിറ്ററി ബേസിന്റെ അകത്തായാലും പുറത്തായാലും നിനക്കിപ്പോ എന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പാ. ചേട്ടൻ എന്നിട്ട് വിചാരിച്ചേ ഞാനൊരു പേടിത്തൊണ്ടനാന്നാ? ചേട്ടൻ വിചാരിക്കണ പോലെയല്ല. ഞാൻ ചേട്ടൻ്റെ പോലത്തെ ഒരു പേടിത്തൊണ്ടനല്ല. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലായിക്കോളും. അഥവാ നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാ പിന്നെ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലും. എന്നെ ഇപ്പോൾ മിലിറ്ററി ബേസിൽ ട്രാപ്പ് ചെയ്തിട്ടേക്കാ. ചേട്ടന് തോന്നുന്നുണ്ടാ ഞാനിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നു? ഏയ്, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. ഞാൻ പിന്നെ നിന്നെ ഗണ്ണ് വെച്ച് കൊല്ലില്ല. ഗണ്ണ് വേണ്ട. പിന്നെ ചേട്ടൻ എങ്ങനെ എന്നെ കൊല്ലാൻ ശ്രമിക്കണേ? വണ്ടി ഇടിച്ചിട്ടാണോ? ഏയ്, വണ്ടി ഇടിച്ചിട്ടൊന്നുമല്ല. എന്തിനാ വെറുതെ വണ്ടി കൂടിയും ഡാമേജ് ആവാനായിട്ട്? ഞാൻ ആലോചിക്കണതേ നിന്നെ ഞാൻ മൗണ്ട് ചിലടിൻ്റെ അവിടേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അതിൻ്റെ മേലെന്ന് നിന്നെ താഴ്ത്തിക്കിടും. അന്നേരം നിന്റെ പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. നിന്നെ കൊന്നിട്ട് വേണം എനിക്ക് ഷിൻചാനും പിൻചാനും ട്രവറിനും പിന്നെ ചോപ്പിനും കൊല്ലാൻ. ചോപ്പ് ഇപ്പോൾ എവിടെയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലമാറിന്റെ ഗ്യാങ് ബേസിലാ. നീ എന്നിട്ട് വിചാരിച്ചേ ലമാറിന്റെ അടുത്ത് ചോപ്പ് സേഫ് ആവുന്ന? ഒരിക്കലും ഇല്ല. ലമാറിന്റെ ഗ്യാങ്ങിനെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് തീർത്തളയും. പിന്നീട് ചോപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്നാലും ചേട്ടാ, ഞാൻ വീണ്ടും പറയാണ്, അഥവാ ഞാൻ രക്ഷപ്പെട്ട പിന്നെ ചേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ചേട്ടൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. ഓ, നീ കുറെ നേരയില്ലോ ഇതന്നെ പറയണ്. എന്നിട്ടുണ്ടാവാൻ നമുക്ക് അന്നേരം കാണാം. എടാ ഫ്രാങ്ക്ലിനെ, നിനക്കിപ്പോൾ ആകാശത്ത് എന്തെങ്കിലും കാണാണ്ട? ആകാശത്ത് ഇപ്പോൾ എന്തുട്ടാ? ഒരു മിനിറ്റ്, അവിടെ എന്തുണ്ടല്ലോ? അതെന്തുട്ടത്? നമ്മൾ അങ്ങോട്ടേക്കാ പോണേ. നീ ഇതുവരെയ്ക്കും ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവില്ല. ഇതെന്തോ ഒരു ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് തന്നെയാ. എനിക്ക് പിന്നെ അവിടെ ഒരു പ്ലെയിനൊക്കെ കാണാണ്ട്. ഇത് എന്തുട്ട് സ്ഥലമാണാവോ? കണ്ടിട്ട് ഒരു പ്രിസൺ പോലെ തോന്നുന്നുണ്ട്. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഇതൊരു പ്രിസൺ തന്നെയാ. ഒരു സീക്രട്ട് പ്രിസൺ. ഇവിടേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവനോടെ തിരിച്ചു പോവില്ല. ഡോ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാ. ഞാനൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വരും. അതൊരിക്കും ഇവനെ ഒന്ന് നോക്കിക്കോളോ. ആ സാറേ, പക്ഷേ നിങ്ങളെ രണ്ടുപേരെ കണ്ടിട്ട് ഏകദേശം ഒരേപോലെ ഉണ്ടല്ലോ. അതിപ്പോൾ നീ അറിയേണ്ട ആവശ്യമില്ല. തൽക്കാലം ഞാൻ പറഞ്ഞ പണി ചെയ്യ്. ഞാൻ വരുമ്പോഴേക്കും ഇവന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പാടില്ല. ഓക്കെ ഗൈസ്, എൻ്റെ ചേട്ടൻ അങ്ങനെ പോയേക്കാണ് കേട്ടാ. എന്നാലും ഇത് എന്തുട്ട സ്ഥലമാണാവോ? ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ തിരിച്ചു പോവില്ലെന്നാ പറയണേ. ഇതൊരു സീക്രട്ട് പ്രിസണാ. ഇവിടെ ഉണ്ടില്ലേ, ഇവിടെ ഏതൊരാളെ വെടിവെച്ച് കൊല്ലാൻ പോവാ. ഇന്ന് മരിക്കുന്ന തോന്നണേ. എൻ്റെ അവസ്ഥ മിക്കവാറും ഇതേപോലെയാവും. എൻ്റെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇതേപോലെ എന്നെ കൊല്ലും. എങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടാ? എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ വെപ്പൺസ് ഒന്നും ഇല്ലേ. അതാണ് മെയിൻ പ്രശ്നം. മിലിറ്ററി ബേസിലെത്തിയപ്പോൾ മിലിറ്ററിക്കാർ എൻ്റെ വെപ്പൺസൊക്കെ മേടിച്ച് വെച്ചു. ഇവിടെ നിന്ന് ഇപ്പോൾ ചാടിയാലും നമ്മൾ രക്ഷപ്പെടില്ല. കാരണം എൻ്റെ കയ്യിൽ പാരച്ചൂട്ടൊന്നുമില്ല. അടിയിൽ പിന്നെ ജയിലാണ്. ഒരു ജയിലിൻ്റെ മേലെ വേറൊരു ജയില്. അത് കൊള്ളാം. എങ്ങനെ ഇപ്പോൾ രക്ഷപ്പെടാ? നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ മൊബൈൽ ഫോൺ പോലും ഇല്ല.
മുമ്പിൽ ഒരു പ്ലെയിൻ ഉണ്ട്. എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലെയിൻ എടുത്ത് സ്ഥലം വിടാം. പക്ഷെ അവിടെയും ഒരു ഗാർഡ് നിൽക്കുന്നുണ്ട്. ഡോ നീ എന്താണ് അവിടെ കറങ്ങി നടക്കണേ? മര്യാദയ്ക്ക് ജയിലിന്റെ അകത്തേക്ക് കയറ്. ആ സാറേ, ഞാൻ കയറിക്കോളാം. ഓക്കെ, ഇവിടെ ഞാൻ ജയിലിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ്. ഇതെന്തത്? ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കണ്ടല്ലോ. ഹലോ ചേട്ടാ, ഇതെന്തത്? ഇവിടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കണ്. അത് പിന്നെ ഈ ജയിലിലേക്ക് ആരാണോ വരുന്നേ, അവര് ജീവനോടെ തിരിച്ചു പോവില്ല. ഈ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? അവരിന്ന് മരിക്കാൻ പോണ ആൾക്കാരാ. അതുകൊണ്ട് അവരുടെ ഫോട്ടോസ് മുൻകൂട്ടി എടുക്കും. പിന്നെ ബാക്കിൽ കുറച്ച് ആൾക്കാരെ കാണാല്ലേ എക്സസൈസ് ചെയ്യണത്, അവര് മിലിറ്ററിയുടെ ആൾക്കാരാ. അത് ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാ? ഇവിടെ മിലിറ്ററിയുടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. രക്ഷപ്പെടാനായിട്ട് കുറച്ച് പാടാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ വെപ്പൺസ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. എങ്ങനെയെങ്കിലും ഒരു പിസ്റ്റൽ കിട്ടിയാലും മതി, പിന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആദ്യമായിട്ട് നമുക്ക് ഒരു വെപ്പൺ സെറ്റാക്കണം, എന്നാലേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, ഇവിടെ ഒരാൾ നിൽക്കണ്ടല്ലോ. ഹലോ ചേട്ടാ, എന്താ അവിടെ നിൽക്കണേ? അത് പിന്നെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ മരിക്കാൻ പോവാ. അതുകൊണ്ട് അവസാനമായിട്ട് ലോസ് ആൻഡോസ് സിറ്റി ഒന്ന് കാണാം. അതിനിപ്പോൾ ചേട്ടൻ എന്തോടെ തെറ്റ ചെയ്ത്? അത് പിന്നെ ഒരു മിലിറ്ററിയുടെ ഓഫീസറായിട്ട് അലമ്പായി. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇനിയിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മരിക്കാൻ പോവാ. ചേട്ടൻ എന്തിനാ മിലിറ്ററിയുടെ ഓഫീസറായിട്ട് അലമ്പുണ്ടാക്കാൻ പോയേ? ഇവിടെ പിന്നെ ഒരു ഗാർഡ് നിൽക്കുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു പിസ്റ്റലുണ്ട്. ഇയാളെ തട്ടി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ പിസ്റ്റൽ കിട്ടും. വെയിറ്റ്, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ കുറേ പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെ മരിക്കാൻ പോണ ആൾക്കാരാ. എന്താ ചേട്ടാ, ഉറക്കം വരുന്നില്ലേ? 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഞാൻ മരിക്കാൻ പോവാ. പിന്നെ എങ്ങനെയാ ഉറക്കം വരിക? ആ, അതും ശരിയാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ചെയ്യാ. ഇവിടെ ഉള്ളവർ വലിയ കാര്യമായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് എല്ലാവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നമുക്ക് പക്ഷെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളും കൂടി മരിക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചേട്ടൻ ഷിൻചാനും പിൻചാനും ട്രെവറിനെയും ചോപ്പിനെയും എല്ലാവരും കൊല്ലും. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല. എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഓക്കെ, ഇത് ഒരു ബാത്റൂമാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്നാലും ഇത് എന്തുട്ട്